4 കൺട്രികൾ ചേർന്നിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കാൻ UK തന്നെ വരേണ്ടി വന്നു. ഇന്നത്തെ യാത്ര വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ വെയിൽസിലേക്കാണ് കേട്ടോ. എനിക്ക് പണ്ട് മുതലേ ഈ മ്യൂസിയം പോലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസ് കാണാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിൽസിൽ പോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം സെർച്ച് ചെയ്ത് നോക്കിയത് അവിടെ ഏതെങ്കിലും മ്യൂസിയം ഉണ്ടോന്നായിരുന്നു. കാരണം മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ പഴമയുടെ വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിന്നിവിടെ കാണിക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നാടിന് തന്നെ സംസ്കാരം രൂപപ്പെടുന്നത് ഓരോരുത്തരുടെയും വീടുകളിലാണെന്ന് ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ രാജ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം അവർ താമസിച്ചിരുന്ന വീടുകളിൽ നിന്ന് തന്നെയായിരിക്കും. അങ്ങനെ പണ്ടുള്ള വെയിൽസിലെ ആളുകൾ താമസിച്ചിട്ടുള്ള വീടുകളും ഹട്ടുകളുമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ലണ്ടനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ പോപ്പുലേഷനുള്ള ഒരു ചെറിയ രാജ്യമാണ് ഈ വെയിൽസ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയുടെ ഭാഗമായിട്ട് പോലും ഇംഗ്ലീഷിന് പുറമെ വെൽഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്തു വരുന്നത്. കൂടാതെ UK പാർലമെന്റ് അല്ലാതെ വെയിൽസിന് സ്വതന്ത്രമായിട്ടൊരു പാർലമെന്റ് ഉണ്ട്. ഓരോ യാത്രകളും നമുക്ക് ഓരോ പുതിയ അനുഭവങ്ങൾ തരുന്നെന്ന് എനിക്ക് എന്റെ യാത്രകളിലൂടെ തോന്നിയിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ